ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. മറ്റൊന്ന്, സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളൊന്നുമില്ലാതെ യാത്ര ചെയ്യുക. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്തു സംസാരിച്ചാൽ അത് എന്തിൻ്റെ പേരിലായാലും നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഒഴിവാക്കുക. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് പങ്കുവയ്ക്കാൻ സ്നേഹം മാറ്റിവെക്കരുത്. ഏതു തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകുക. സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടുന്നവരെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവി കണക്ക് കൂട്ടരുത്. ചിലർ വഴിതിരിഞ്ഞു നടക്കും, മറ്റു ചിലർ ജീവിതം പഠിപ്പിക്കും. ചുരുക്കം ചിലർ മാത്രമേ ഒടുക്കം വരെ കൂടെയുണ്ടാകൂ. നല്ല സുഹൃത്ത് നിങ്ങളുടെ കുറവുകളെ നിങ്ങളോട് തീർച്ചയായും തുറന്നു പറയും. ഒരാൾക്ക് തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മരുന്നുകൾ മാത്രം മതിയാവില്ല. സ്നേഹം, മനസ്സമാധാനം എന്നിട്ടവയിൽ നിന്നും ലഭിക്കുന്ന ആത്മധൈര്യം അതിന് അത്യാവശ്യമാണ്. നിങ്ങൾ ജന്മന വിജയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒന്ന് താഴ്ന്നു തരുമ്പോൾ നമ്മൾ ജയിച്ചു എന്ന് കരുതരുത്. സത്യത്തിൽ നമ്മളാണ് പരാജയപ്പെടുന്നത്. കാരണം എല്ലാ ബന്ധങ്ങളുടെയും ആയുസ് കൂട്ടുന്നത് താഴ്ന്നു കൊടുക്കുന്ന മനസ്സാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിൽ മായാതെ സൂക്ഷിക്കണം. ആഗ്രഹങ്ങളാണ് പലപ്പോഴും നമ്മുടെ നേട്ടങ്ങളിൽ എത്തിക്കുന്നത്. മലയോളം ആഗ്രഹിക്കുക, എങ്കിലേ നമുക്ക് ചെറിയ കുന്നോളമെങ്കിലും കിട്ടുകയുള്ളൂ. ഒരിക്കലും നമ്മൾ പ്രതികാരം ചെയ്യാൻ സമയം കളയരുത്. ചെയ്തതിൻ്റെ പ്രതിഫലം ഒരു നാൾ എതിരാളിയെയും തേടി വരുമെന്നത് തീർച്ച. എത്ര വലിയ പ്രശ്നത്തിൽപ്പെട്ടാലും മനഃശക്തി കൈവിടാതിരിക്കുക. കാരണം പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ മനസ്സിൻ്റെ ശക്തിയില്ലായ്മയാണ് നമ്മളെ തളർത്തുക. നാവ് വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതത്തെക്കാൾ മുകളിലേക്ക് എത്തിക്കാനും പാതാളത്തെക്കാൾ താഴെ എത്തിക്കാനും കഴിയും. ഒരാളുടെ പ്രവൃത്തിയും സംസാരവും നമ്മളെ വിഷമിപ്പിക്കുന്നതാണ് എങ്കിൽ അത്തരം ആളുകളെ ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരോട് തർക്കിക്കാൻ നിന്ന് നമ്മുടെ വിലപ്പെട്ട സമയം കൂടി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.